ആലപ്പുഴയിൽ അസാധാരണ വൈകല്യത്തോടെ പിറന്ന കുഞ്ഞിന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. കൈകാലുകൾ അനക്കി കുഞ്ഞ് മരുന്നുകളോട് പ്രതികരിക്കുന്നതായി ഡോക്ടർമാർ അറിയിച്ചു. ശ്വാസതടസ്സത്തെ തുടർന്ന് ഇന്നലെയായിരുന്നു കുഞ്ഞിനെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. ഷൈജു ചേരുന്നുണ്ട്. ഷൈജു, കുഞ്ഞിന്റെ ആരോഗ്യനിലയിൽ മാറ്റമുണ്ട്, പുരോഗതിയുണ്ട് എന്നുള്ളത് ആശ്വാസകരമാണ്. പക്ഷേ അത്രയ്ക്ക് ആശ്വസിക്കാനുള്ള കാര്യത്തിലേക്ക് അവസ്ഥ എത്തിയിട്ടുണ്ടോ? എന്താണ് കുഞ്ഞിന്റെ നിലവിലെ അവസ്ഥ? ധന്യ, പ്രതീക്ഷിച്ചതിൽ നിന്നും ഒരു പുരോഗതി ഉണ്ട് എന്നത് ആശ്വാസം തന്നെയെന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം പലതരത്തിലുള്ള പ്രയാസങ്ങൾ നേരിടുന്നുണ്ടായിരുന്നു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം. ശ്വാസം നിലച്ചതിന് സമാനമായ ഒരു അവസ്ഥയായിരുന്നു. ഓക്സിജൻ നില വല്ലാതെ കുറയുകയും ജീവൻ ഏറെക്കുറെ അപകടത്തിലാവുകയും ചെയ്തു എന്നായിരുന്നു ഇന്നലെ മെഡിക്കൽ ബോർഡ് കൂടിയതിനു ശേഷം ഡോക്ടർമാർ അറിയിച്ചത്. അതിനുശേഷം വിദഗ്ധ സമിതി തിരുവനന്തപുരത്തു നിന്ന് എത്തി വിശദമായി പരിശോധന നടത്തി അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലുള്ള ചികിത്സ തുടരുകയായിരുന്നു. അപ്പോഴും പ്രതീക്ഷ കൈവിടാതെ മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. ഏത് വിധേനയും കുട്ടിയുടെ ജീവൻ നിലനിർത്തി തിരികെ കൊണ്ടുവരാനുള്ള ഒരു ശ്രമം ഡോക്ടർമാരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതിന് ഒരു പ്രതീക്ഷ നൽകുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം കുട്ടി അനക്കമില്ലായിരുന്നു. അതായത് ഏതാണ്ട് ഇന്നലെ ഉച്ച വരെ അനക്കമില്ലാതെ കിടക്കുന്ന ഒരവസ്ഥ, അത് ഉറങ്ങിപ്പോവുകയായിരുന്നു എന്നായിരുന്നു കരുതുന്നത്. അതിനുശേഷമാണ് ICUലേക്ക് എത്തിക്കുന്നത്. പിന്നീട് ഓക്സിജൻ ലെവൽ താഴോട്ട് പോയതിനു ശേഷം വെന്റിലേറ്ററിലേക്ക് മാറ്റുകയും ഒക്കെയായിരുന്നു ചെയ്തത്. ഇപ്പോൾ കുട്ടി അനങ്ങുന്നു എന്നത് വളരെ വലിയ ഒരു പുരോഗതിയാണ് എന്ന് പറയേണ്ടി വരും. അത് നേരിയ പുരോഗതിയാണ് എന്ന് മെഡിക്കൽ ബോർഡ് പറയുമ്പോൾ പോലും കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് 72 മണിക്കൂർ കാത്തിരിക്കണം എന്ന് പറയുന്ന ഡോക്ടർമാർ ഇപ്പോൾ നേരിയ പ്രതീക്ഷ കൂടി നൽകുന്ന ഒരവസ്ഥയാണുള്ളത്. ഏതായാലും വിദഗ്ധ സമിതിയുടെ നിർദ്ദേശത്തിന്റെയും മേൽനോട്ടത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള ചികിത്സയാണ് ഇപ്പോൾ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പുരോഗമിക്കുന്നത്. ഇപ്പോഴും കുട്ടി വെന്റിലേറ്ററിൽ തന്നെ തുടരുന്നുവെങ്കിലും കുട്ടി മരുന്നുകളോട് പ്രതികരിക്കുകയും കൈകാലുകൾ അനക്കുകയും ചെയ്യുന്നു എന്നത് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമായി തന്നെ നമുക്ക് കാണാൻ കഴിയും. ധന്യ. ശരി ഷൈജു.